കൊളോണിയൽ. ബ്രിട്ടീഷുകാരുടെ പേടി അതായിരുന്നു. ഈ വാര്യംകുന്നന്റെ ബോഡി കൊടുക്കാതിരുന്നത് പോലും ഇനി ഇതൊരു എപ്പിക് സെന്റർ ആവുന്ന. പക്ഷെ അവിടെ ഞാൻ അതിലേക്ക് വരാം. 1921 എന്താ സംഭവിച്ചെന്നുള്ള കൃത്യമായിട്ട് ഒരു ആന്റി കൊളോണിയലാണ് മുസ്ലിം നവോത്ഥാനം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കുക, മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ഈ ശുഹദാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് കാവ്യങ്ങൾ, ഇതെല്ലാം നിരോധിച്ചു. അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞു, നിരോധിച്ചു എന്നല്ല പറയേണ്ടത്, അതിനെതിരെ നിന്നോ. ഏറ്റവും കൗതുകം സലഫി നവോത്ഥാനത്തിൻ്റെ കേരളീയ ഹിസ്റ്ററി എങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കോമഡി ആയിട്ട് പറയാറുണ്ട്, അള്ളാഹു, നബി, മാലിക് ബിൻ ദീനാറു സംഘവും, അത് കഴിഞ്ഞ സനാഉള്ള മക്തി തങ്ങൾ. 1000 വർഷം ബ്ലാങ്ക് ആണെന്ന്. അല്ല, അതിന്റെ ഇടയിൽ എത്ര അംഗീകരിക്കാൻ പറ്റും അവർക്ക്? അതൊരു തെറ്റായ വായനയായിരുന്നു. നമ്മൾ കേരളത്തിലെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അല്ല, ഇന്ത്യൻ ഓഷ്യൻ തീരത്ത് ഒട്ടാകെയുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൾച്ചർ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, മക്കയിൽ പോയാൽ ചിലപ്പം മരുമക്കത്തായം കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ഉണ്ട് തലശ്ശേരിയും ഇവിടെയൊക്കെ ഉണ്ട്, കോഴിക്കോടും ഉണ്ട് മരുമക്കത്തായ സിസ്റ്റമാണ്. അതൊരു കേരളീയ ഇസ്ലാമാണ്. ആ കേരളീയ ഇസ്ലാമിനെയാണ് സലഫി നവോത്ഥാനം ഇല്ലായ്മ ചെയ്തത്.